AGI ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ടോപ്പിക്ക്. അപ്പോൾ ഇത് കറൻ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ വളരെ വലുതാണ്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ ഡെഫിനീഷൻ? ഓക്കെ, ഡെഫിനീഷൻ എന്ന് പറയുന്നില്ല, വാട്ട് യു മീൻ ബൈ AI? ഓക്കെ, എന്താണ് AI എന്ന് പറഞ്ഞാൽ? എനിവൺ? ഓക്കെ, എനിവൺ? ആർക്കും പറയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് AI, അല്ലെങ്കിൽ നൗ ഓൺവേർഡ്സ് നമുക്കിപ്പോൾ അത് കറൻ്റ്ലി ന്യൂസിലുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിക്കമിങ് പാർട്ട് ഓഫ് അവർ ലൈഫ് എന്ന് പറയാം. കാരണം ഇപ്പോൾ പൂർണ്ണമായിട്ടും AI എല്ലാ മേഖലയിലും അപ്ലിക്കബിൾ ആയിട്ടില്ല, പക്ഷെ ആയി വരുന്നു. ഇൻ നിയർ ഫ്യൂച്ചർ നമ്മളിപ്പോൾ വെറുതെ ഒരു ഫോൺ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജികൾ, AI ടെക്നോളജി എല്ലായിടത്തും വരും. അപ്പോൾ എന്താണ് AI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിവൺ? അല്ലെങ്കിൽ അതിൻ്റെ ഗുണമോ മനസ്സിലായ കാര്യം പറഞ്ഞാൽ മതി. സോ വാട്ട് യു മീൻ ബൈ AI? ഓക്കെ, എനിവൺ? ഓക്കെ, അനന്യ ഞാൻ ചോദിക്കാം. ഓക്കെ, ടെക്നോളജിയാണ്. സോ എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ഇപ്പോൾ AI എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ കുറേ മേഖലകളിൽ കാണുന്നുണ്ട്. ഈവൻ AI ക്യാമറ, ഇപ്പോൾ ഫോണിൽ തന്നെ ടെക്നോളജിയിൽ അവർ പറയുന്നു AI ക്യാമറ. സോ മോസ്റ്റ്ലി നമുക്കത് കണക്ട് ചെയ്യുന്നതിലാണ്. ഇതിന് പുറമെ AI ബേസ്ഡ് കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ AI എന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം അതിൽ നിന്ന് ടെക്നോളജിയാണ്. ഇറ്റ്സ് എസ്പെഷ്യലി അത് ടെക്നോളജിയാണ്. സോ ഇതുകൊണ്ടുള്ള ഗുണമോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായത്? ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, അത് ഓക്കെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ പക്ഷെ അത് വേണ്ടി വരും. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും എന്തായിട്ടില്ല, മെക്കനൈസ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജുകളാണ് ഇതെല്ലാം. സോ വി ഹാവ് ടു അറേഞ്ച് സംതിങ് ഇൻ ഹ്യൂമൻ ടച്ച്. ചിലത് ഹ്യൂമൻ ടച്ച് വേണ്ടി വരും. എങ്കിൽ പോലും യെസ്, ഓൾമോസ്റ്റ് അത് അതിൻ്റെ ഹയർ ലെവലിലേക്ക് കടക്കുമ്പോൾ ഹ്യൂമൻ ടച്ച് പോവും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പല സിനിമകളിലും കാണുന്ന പോലെ അതിൻ്റെ ഹയർ ലെവലുകളിൽ ഇറ്റ് മേ ബി എ ഡിഫിക്കൽട്ടി ഓർ കൈൻഡ് ഓഫ് ഇഷ്യൂ ഉള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രം ലിമിറ്റഡ് അല്ല, എല്ലാ ഏരിയയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാം. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഇറ്റ്സ് വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ട് രീതിയിലും വരാം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്, അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് കുറയുന്നു. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കുറയുമ്പോൾ വേറൊരു പ്രത്യേകത 100% എന്നുള്ള കോൺസെപ്റ്റ് വരും. അതായത് പല കാര്യങ്ങളിലും ഇപ്പോൾ മാനുവൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത 100% നമുക്ക് പെർഫെക്ഷനിൽ എത്തിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഒരിക്കലും പറ്റില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ലെവലിലായാലും ഏത് ഫീൽഡ് എടുത്താലും അതിൻ്റെ 100% പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ AIക്ക് സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ആ 100%ത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ടാസ്ക് ഈസി അല്ല. കാരണം എല്ലാ മേഖലയിലും പെർഫെക്ഷൻ വന്നാലേ അത് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോയാൽ വലിയ ടോപ്പിക്കുകളാണ്. അത് പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ AGI നമ്മളിവിടെ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. സോ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്, രണ്ടും ഒന്നാണോ രണ്ടും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആദ്യം അറിയേണ്ടത് AI ആണ്. അപ്പോൾ AI എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മിക്കേണ്ട ഒരു പേരുണ്ട്. അതായത് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഓക്കെ, എനിവൺ? ആർക്കെങ്കിലും പേരറിയാമോ? ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? എനിവൺ? അർജുൻ? ഓക്കെ, അർജുൻ, അപർണ? ഓക്കെ, എനിവൺ ക്യാൻ? കേൾക്കുന്നില്ലേ? ഹലോ. ഓക്കെ, യെസ്. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, കുഴപ്പമില്ല, അത് നോക്കി വെക്കുക. ഇത് ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രത്യേകിച്ച് ഇപ്പോൾ കറൻ്റ്ലി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ലേറ്റസ്റ്റ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് കിട്ടിയ വ്യക്തി കൂടിയാണ് ജെഫ്രി ഹിൻടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജെഫ്രി ഹിൻടൺ. സോ ജെഫ്രി ഹിൻടൺ ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നു. ബിക്കോസ് ഈ പറയുന്ന ജെഫ്രി ഹിൻടൻ്റെ
സ്റ്റുഡൻസ് എന്ന് പറയാം ഇൻ വേരിയസ് ഫീൽഡ്സ് പല രീതിയിലും. അപ്പോൾ സ്റ്റുഡൻസ് ആണ് മിക്കവാറും ഇപ്പോൾ എല്ലാ ഇന്റർനാഷണലിലുള്ള പല കമ്പനികളുടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെയും ഹെഡ്. അതായത് ഉദാഹരണത്തിന് ഓപ്പൺ എ ഐ നമ്മൾ പറയുന്ന ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ അത് ഓൺ ചെയ്യുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തി ഹീസ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഡിസിപ്പിൾ ഓഫ് ജെഫ്രി ഹിൻടൺ ആണ്. അപ്പൊ ജെഫ്രി ഹിൻടൺ ഗൂഗിളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഗൂഗിളിൽ വർക്ക് ചെയ്ത ശേഷം അടുത്ത കാലത്ത് ന്യൂസിലുണ്ടായിരുന്നു ജെഫ്രി ഹിൻടൺ ഗൂഗിളിൽ നിന്ന് റിസൈൻ ചെയ്തു ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ റിലേറ്റഡ് ടു എ ഐ. പല കമ്പനികളും എ ഐ റിലേറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കോമ്പറ്റീഷൻ നടത്തുന്നു. അതൊരു എന്തല്ല നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ അല്ല. അവിടെ വലിയ രീതിയിൽ എത്തിക്കൽ കോൺസെപ്റ്റുകളെല്ലാം മറികടക്കുന്നു. അൺഎത്തിക്കലായിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. ലോകത്തിൽ വരാൻ പോകുന്ന ഇഷ്യൂസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. സോ അതിനെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പേടി കൊണ്ടാണ് ആക്ച്വലി ജെഫ്രി ഹിൻടൺ രാജിവെച്ചത്. അപ്പൊ ജെഫ്രി ഹിൻടൺ ഇപ്പോൾ അതിനുശേഷം ഈ എ ഐ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളെ കുറിച്ച് ഒരു സ്പീച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ലോകം മുഴുവൻ നടന്ന് സ്പീച്ച് നടത്തുക എന്നുള്ളതാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അത് കാരണം ആള് തന്നെയാണ് ഇതിന്റെ കണ്ടെത്തിയ വ്യക്തി. സോ പക്ഷേ അത് ഭാവിയിൽ ഇഷ്യൂ ആവാം എന്നുള്ളൊരു തോന്നല്. ഇതുപോലെ ചെയ്തൊരു വ്യക്തിയാണ് നമ്മള് ഫാദർ ഓഫ് ന്യൂക്ലിയർ ബോംബ്. ഓക്കെ, ആരായിരുന്നു ഫാദർ ഓഫ് ന്യൂക്ലിയർ ബോംബ്? ഫാദർ ഓഫ് ന്യൂക്ലിയർ ബോംബ്. ഓക്കെ, ഹരികൃഷ്ണൻ, ഐഡിയ? ഓപ്പൺഹൈമർ. യെസ്, ഓപ്പൺ ഹെയ്മർ ആണ്. അപ്പോൾ ഓപ്പൺ ഹെയ്മർ എന്നുള്ള പേരിൽ ഒരു മൂവി ഒക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഓപ്പൺ ഹെയ്മർ ഫാദർ ഓഫ് ന്യൂക്ലിയർ ബോംബ് ആണ്. പ്ലസ് പ്രത്യേകത, ന്യൂക്ലിയർ ബോംബിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേകത അറിയാലോ. ഇത് നോർമലി ഉള്ള ഒരു കണ്ടുപിടുത്തം അല്ല. അത് ആക്ച്വലി അതൊരു ഇൻവെൻഷൻ ഫോർ ഡിസ്ട്രക്ഷൻ എന്ന് പറയാം. അതായത് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടുപിടുത്തമായി പോയി. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് വരെ ഹി വാസ് ജനറലി എക്സൈറ്റഡ്. പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് തോന്നിയത് ഇത് എന്താണ്, ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരുന്നില്ല. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചില കണ്ടുപിടുത്തങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസിലും അതുപോലെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ചർച്ചയിലുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ പറയാൻ ഉള്ള എന്തായിട്ടില്ല, ഗ്രൗണ്ടിൽ അത് ഇറങ്ങിയിട്ടില്ല എന്ന് പറയാം. നമുക്കത് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇഷ്യൂസ് മനസ്സിലാവാത്തതും. എന്നാൽ തന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ചർച്ചകളിലുണ്ട്. ഓക്കെ, ബിക്കോസ് അതിനുള്ള പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഫോൺ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഫോൺ പോലെ മൊബൈൽ ഫോൺ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത് വരും. ഇൻ ഹെൽത്ത് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ഓർ എനി ടൈപ്പ് ഓഫ് സെക്ടർ, ഏതും പറയാം. സോ എല്ലാ സെക്ടറുകളിലും ഇത് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് ജോബ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. അത് ജോബ് ലോസ് അല്ല, ജോബ് ഷിഫ്റ്റിംഗ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കോൺസെപ്റ്റിലേക്ക് നേരിട്ട് വരാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ എഴുതിയിട്ടുള്ളതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ റീസെന്റ് ഇന്റർവ്യൂ സാം ആൾട്ട്മാൻ, CEO ഓഫ് ഓപ്പൺ AI. ഓക്കെ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഓപ്പൺ AI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ചാറ്റ് GPT എന്ന് പറയുന്നത് അവരുടെയാണ്. സോ expressed his commitment to invest billions of dollars towards the development of artificial general intelligence എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവര് നമ്മൾ ചിന്തിക്കുന്ന കോൺസെപ്റ്റിന് അപ്പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. AI ഒന്നുമല്ല, അവര് AI-യുടെ അപ്പുറത്ത് ഉള്ള പല മേഖല അല്ലെങ്കിൽ മോഡലുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. നൗ ഇറ്റ് ഇസ് കമ്മിങ്. ഓരോന്നോരോന്നായിട്ട് ഇന്ത്യയിലേക്കൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ വൈഫൈ പോലുള്ള ഫെസിലിറ്റികൾ എല്ലാ ദിക്കിലും വരണം. ഇന്റർനെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 24/7 വേണം. പ്ലസ് അതിന്റെ സ്പീഡ് ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് പോരാ. സോ അതിന് 4G അല്ലെങ്കിൽ 5G 6Gയിലേക്കൊക്കെ പോകണം. അപ്പോൾ അതങ്ങനെ കടന്ന് ചെന്നാൽ മാത്രമാണ് വി ക്യാൻ റീച്ച് അപ് ടു ദ ഓൾ പ്രോഡക്ട്സ് ഓഫ് AI എന്ന് പറയാവുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത, ഇവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് നോക്കാം. അതായത് അബൌട്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ AGI ആൻഡ് ദ കോമൺ
form of AI known as narrow AI lies in their scope and capabilities എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ AGI refers to the machine or a software that can perform any intellectual task that a human can do. AGI aims to emulate human cognitive abilities such that it allows to do unfamiliar tasks, learn from new experiences, and apply its knowledge in new ways. സോ ഇത് കുറച്ചും കൂടിയും ഒരു പടി കടന്നു ചെല്ലുന്ന കോൺസെപ്റ്റ് ആണ്. ഇതാണ് നമ്മൾ പറയാൻ കാരണം. AI എന്ന് പറയുമ്പോൾ എന്താണ് ഡാറ്റ, ആ ഡാറ്റയെ എടുത്ത് എന്ത് ചെയ്യുന്നു, തരുന്നു, അത്രേ ഉള്ളൂ. ആക്ച്വലി AI അത്രേ സംഭവിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ മെറ്റ ഒക്കെ അറിയാലോ, അപ്പോൾ വാട്സപ്പിന്റെ ഭാഗമായിട്ട് മെറ്റ വർക്ക് ചെയ്യുന്നുണ്ട്. മെറ്റയുടെ ആണ് വാട്സപ്പ് എന്ന് പറഞ്ഞ കമ്പനി. സോ മെറ്റ, അതുപോലെ തന്നെ ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ ഉണ്ട്, എല്ലാത്തിലും ഓരോ AI വർക്കിംഗ് ഉണ്ട്. അപ്പൊ ഈ വർക്കിങ്ങുകളിൽ നമ്മൾ പേഴ്സണൽ ക്വസ്റ്റ്യനുകൾ, ഇപ്പൊ നമ്മൾ നമ്മളുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസ്, അനാലിസിസ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പൊതുവെ അതിന് ഉത്തരം ഉണ്ടായിരിക്കില്ല. അത് ഉത്തരം സാധാരണ പറയില്ല. അപ്പോൾ കാരണം അവിടെ പറയുന്നത് അത് തന്നെ പറയും, ഇറ്റ്സ് എ പേഴ്സണൽ അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് അറിയില്ല എന്ന് പറയും. ബിക്കോസ് അത് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ എന്നാൽ AGI എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോഴുള്ള പ്രത്യേകത, ഇറ്റ് ക്യാൻ അനലൈസ് ദ ക്വസ്റ്റ്യൻസ്, ഇറ്റ് ക്യാൻ ഇന്റർപ്രറ്റ് ദ ക്വസ്റ്റ്യൻസ്, ഇറ്റ് ക്യാൻ മേക്ക് ഡിസിഷൻസ് ഓൺ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെ പല പല രീതിയിൽ വരികയാണ്. ഇപ്പൊ ഒരു തവണ എന്താണ് നമ്മളിപ്പോ ചോദിക്കുകയാണ്, എന്താണ് മുൻപ് ഇപ്പോ സീസണലാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സീസണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് ലേണിംഗ് എക്സ്പീരിയൻസ് ഇല്ല. ലേണിംഗ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതിന് കൊടുക്കുമ്പോൾ, അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെ ഏതെങ്കിലും സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിലേക്ക് എന്ത് കിട്ടും, ആ ഡാറ്റ കിട്ടും. അപ്പൊ ആ ഡാറ്റ കിട്ടുമ്പോൾ അത് അടുത്ത തവണ പറയും, കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് സാധ്യതയുള്ളത് ഇപ്പൊ മഴ പോലെയുള്ളതോ അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇങ്ങനെ അനാലിസിസ് നടത്തിക്കൊണ്ട് ഇറ്റ് ക്യാൻ ആൻസർ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വി ക്യാൻ അനലൈസ് ദ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ റീസണിങ് ആണത്. ഓക്കെ, റീസണിങ് കാപ്പസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൂടി ഇന്റഗ്രേറ്റ് ആവുകയാണ്. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ നമ്മൾ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ യന്തിരൻ എന്ന് പറയുന്ന മൂവി, അതായത് യന്തിരൻ എന്ന് പറയുന്നത് രജനീകാന്ത് മൂവിയാണ്. സോ യന്തിരന്റെ കോൺസെപ്റ്റിൽ അതൊരു ഇറ്റ്സ് ലൈക്ക് ഒരു സാധാരണ മൂവി പോലെ എടുത്താണെങ്കിൽ പോലും അതില് സെക്കൻഡ് ലെവലിൽ, അതായത് മൂവി മേക്കിങ്ങിൽ അതിൽ കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ റോബോട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്, എന്താണോ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ അതേപോലെ ചെയ്യുക. അതാണ് AI. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. സോ AI എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് കേൾക്കും, അത് ചെയ്യും. സോ നിങ്ങൾ എന്താണ് അനലൈസ് ചെയ്യാനുള്ള കഴിവ് അതിനില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വേർഡ്സ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഫോണറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന വാക്കിന്റെ ടോൺ പോലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാനുള്ള കഴിവ് അതിനില്ല. അതുപോലെ മൂഡ്, ഒരു രീതിയിൽ നമ്മൾ പറയുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ മൂഡ്സ് എന്നൊക്കെ പറയുന്നതൊന്നും അതിന് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. അതാണ് AI. പക്ഷേ AGI കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എന്തായി അനലറ്റിക്കൽ സ്കില്ല് വരികയാണ്. കുറച്ച് കാര്യങ്ങളിൽ അതിന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് വരികയാണ്. അപ്പൊ അത് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്ര വട്ടം ചോദിച്ചിട്ട് കാര്യമില്ല, ഐ ക്യാൻ ആൻസർ ത്രൂ ദിസ് എന്നുള്ള ഇതിൽ അത് തന്നെ പറയും. അപ്പോൾ അതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോ നോർമലി AGI എന്ന് പറയുന്നത് വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഇതില് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ആര് പറയുന്നത്, CEO ഓഫ് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ, CEO പറയുന്നത്. ഓക്കെ, ഇവിടെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് ഹി ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഹി എന്ന് പറയുന്നത് ഇവിടെ താഴെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അലൻ ട്യൂറിംഗ്. So the idea of AGI first emerged in the 20th century, paper written by Alan Turing. Alan Turing important ആയിട്ടുള്ള വ്യക്തിയാണ്. അലൻ ട്യൂറിംഗ് ആരാണ്? എനിവൺ? ഓക്കെ, ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആണ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് മോഡൽ. ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആക്ച്വലി അല്ല. ഓക്കെ, എന്നാലും ഫാദർ ഓഫ് നോർമലി അറിയപ്പെടുന്ന ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന വ്യക്തി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് ഉണ്ട്, ഫാദർ ഓഫ്
WW ഉണ്ട്, അതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണ് വരുന്നത്. എല്ലാത്തിനും ഓരോ ഫാദേഴ്സ് ഉണ്ട്. ഫാദർ ഓഫ് AI, ഫാദർ ഓഫ് നമ്മൾ ഗ്രാൻഡ് ഫാദർ ഓഫ് AI ആണ് മുമ്പ് പറഞ്ഞത്. സോ ഇവിടെ കോൺസെപ്റ്റിൽ പറയുന്നത് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് AI. അതും ഈ വ്യക്തിയാണ് പറയുന്നത്. അലൻ ട്യൂറിങ്ങിനെയാണ് ഫാദർ ഓഫ് AI ആയിട്ട് വിളിക്കുന്നതും, അതുപോലെ തന്നെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും ആണ്. ഓക്കെ, അലൻ ട്യൂറിങ്. അലൻ ട്യൂറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് അലൻ ട്യൂറിങ്ങിന്റെ പേരിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്യൂറിങ് അവാർഡ് എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ മേഖലയിൽ, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ഫീൽഡിൽ നൊബേൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നാണ് അതിനെ വിളിക്കുക, നൊബേൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ്. കാരണം കമ്പ്യൂട്ടർ രംഗത്തെ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് ഇതിലാണ്. ഈ നൊബേൽ പ്രൈസ് പറയുമ്പോൾ എത്ര ഫീൽഡിൽ നൊബേൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്, എത്ര ഫീൽഡുകളിൽ നൊബേൽ പ്രൈസ് കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, സനീഷ്. ഓക്കെ, എല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പിന്നെ ഓരോരുത്തരോട് ചോദിക്കുന്നത്. ഓക്കെ. യെസ് സനീഷ്. ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നാലും ഓക്കെ, അതായത് എത്ര ഫീൽഡിൽ നിന്ന് വേണ്ട, അറിയാവുന്നത് പറഞ്ഞാൽ മതി. എത്ര ഫീൽഡ്, ഏതൊക്കെ ഫീൽഡിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അറിവ്, ന്യൂസുകൾ കാണാം. മറ്റേ ഡാൻസിനൊക്കെ ഡാൻസ്, ഓക്കെ, അത് വരുന്നത് ഓസ്കാർ ആണ്. ഓസ്കാർ ഫീൽഡുകളിലാണ് എന്റർടൈൻമെന്റ് വരിക. അതായത് സിനിമ, മൂവി, അതൊക്കെ ഓസ്കാർ ആണ്. എഴുത്ത്, എഴുത്തിനുണ്ട്, ലിറ്ററേച്ചറിന് കൊടുക്കുന്നുണ്ട്. യെസ്. പിന്നെ ഓക്കെ, വേറെ ആരെങ്കിലും ഒരാള് ഞാൻ ചോദിക്കാം. ഓക്കെ, സനത്ത്. ഓക്കെ, സനത്ത് ഒരെണ്ണം. യെസ്. ഓക്കെ, സനത്ത്, അപ്പോ വേറെ ഏതെങ്കിലും ഫീൽഡ്, നൊബേൽ പ്രൈസ് കൊടുക്കുന്ന ഒരു ഫീൽഡ്. പീസിന് കൊടുക്കുന്നുണ്ട്, പിന്നെ എക്കണോമിക്സിന് കൊടുക്കുന്നുണ്ട്. യെസ്, പീസ്, എക്കണോമിക്സ്. പിന്നെ മെഡിസിൻ. യെസ്, മെഡിസിൻ. കെമിസ്ട്രി. ഓക്കെ, കറക്റ്റ്. ഇപ്പൊ എത്ര ഫീൽഡായി? ഇപ്പോ സനീഷ് പറഞ്ഞത് ഒരെണ്ണം ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ. പിന്നെ ഇപ്പോ സനത്ത് പറഞ്ഞത് 4 പിന്നെ ഫിസിക്സ്. ഓക്കെ, കറക്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആണത്. അതായത് ഇത്ര എണ്ണാണുള്ളത്, 6 എണ്ണമാണ്, 6 ഫീൽഡ് ആണുള്ളത്. അപ്പൊ 6 ഫീൽഡ് അറിഞ്ഞിരിക്കണം. അതായത് പ്രത്യേകത എളുപ്പത്തിൽ ഓർക്കാം. 3 ഫീൽഡുകൾ സയൻസ് ഫീൽഡുകളും 3 നോൺ സയൻസും ആണ്. അങ്ങനെ ഓർത്താൽ മതി എളുപ്പത്തിൽ. അതായത് 3 സയൻസ് ഫീൽഡും 3 നോൺ സയൻസും. സോ സയൻസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് തന്നെ ഓർത്ത് വയ്ക്കാം. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്ക് പകരം അവിടെ ഫിസിയോളജിയാണ്, മെഡിസിൻ, ഫിസിയോളജി ഓർ മെഡിസിൻ എന്ന് വിളിക്കാം. അതായത് മെഡിസിനിൽ നമ്മളുടെ എന്താണ് ഹ്യൂമൻ അനാറ്റമി അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് മെഡിസിൻ, അത് തന്നെ. സോ അത് 3 സയൻസ്. ആൻഡ് നോൺ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിൽ വരുന്നതാണ് പിന്നെ പറഞ്ഞ ഒന്ന് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എക്കണോമിക്സ് ഈസ് സയൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. സോ ബട്ട് എക്കണോമിക്സ് ഒരു വേറെ ഫീൽഡ് ആണല്ലോ, എന്തായാലും പ്യൂർലി സയൻസ് അല്ല. അപ്പോൾ എക്കണോമിക്സ് വരുന്നു. പിന്നെ വരുന്നത് പീസ്, സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് ആണ്. വേറൊന്നുള്ളത് ലിറ്ററേച്ചർ, ഓക്കെ, എഴുത്തിന്, സാഹിത്യത്തിനുള്ള അവാർഡാണ്. അപ്പൊ ഇങ്ങനെ 6 എണ്ണാണുള്ളത്. അപ്പൊ ഇതിൽ ഇല്ലാത്ത അതാണ് നമ്മൾ നോക്കിയാൽ കാണാം. ഇപ്പൊ കമ്പ്യൂട്ടർ രംഗത്ത് എന്തില്ല, നൊബേൽ പ്രൈസ് ഇല്ല. പിന്നെ ഭാവിയിൽ അത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളത് കമ്പ്യൂട്ടർ രംഗത്തെ നൊബേൽ പ്രൈസ് എന്നൊക്കെ പറയാവുന്ന അവാർഡാണ് ട്യൂറിംഗ് അവാർഡ്. അലൻ ട്യൂറിങ്ങിന്റെ പേരിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ കാരണം. ദെൻ ഇവിടെ ട്യൂറിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ട്യൂറിങ് കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ഈസ് നോൺ ആസ് ട്യൂറിംഗ് ടെസ്റ്റ്. ഓക്കെ, ആൾ നടത്തിയ വിശേഷണങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതായത് ട്യൂറിംഗ് ആരാണെന്നും ആ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷേ ട്യൂറിംഗ് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം ട്യൂറിംഗ് 1950s തന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങി. സോ നമ്മൾ അതിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അതിൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, ഒരുപാട് ഫീൽഡുകളിലേക്ക് അത് കടന്നു കഴിഞ്ഞു. സോ അതാണ് AGI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിഞ്ഞിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, അതുപോലെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ
ഒന്നാണ് നമ്മളിപ്പോൾ മെറ്റ പറഞ്ഞു. ഓക്കെ, ഈ മെറ്റ പോലെ വേറെ ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെയാണ് എനി ഐഡിയ? മെറ്റ പോലെ വർക്ക് ചെയ്യുന്ന, AI വർക്ക് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സോഴ്സ്. അതിന്റെ പേരുകൾ അറിഞ്ഞിരിക്കണം എന്തായാലും. കാരണം നോർമലി അത്തരം അപ്ഡേഷൻ നമുക്ക് ആവശ്യമാണ്. ഒരുപാട് ആപ്പുകൾ ഉണ്ട് ആക്ച്വലി, എങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള 3-4 എണ്ണം ഒക്കെ ഉണ്ട്. ഏതൊക്കെയാ? ഓക്കെ, ഓക്കെ, ഞാൻ ചോദിക്കാം. അപർണ, ഓക്കെ. മെറ്റ, ഓക്കെ, വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മെറ്റ എന്നുള്ള പേരിൽ ഒരു നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തിന്റെയും വിവരങ്ങൾ അത് തരും. അതുപോലെ വേറെ ഏതെങ്കിലും സോഴ്സുകൾ ഉള്ളത്? AI വർക്ക് ചെയ്യുന്ന, AI ബേസ്ഡ് ഒരു ചാറ്റ് ബോട്ട് പോലെയൊക്കെയാണ് വർക്ക് ചെയ്യുക. ആക്ച്വലി ഇത് ചാറ്റ് ബോട്ടായിട്ടല്ല, എങ്കിലും നമ്മൾ എന്ത് കൊടുത്താലും അതിന് ഉത്തരം പറയാം. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോ ഏതാണ് എനി ഐഡിയ? ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞാൽ മതി. മെറ്റ ഒരെണ്ണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ വേറെ ഏതെങ്കിലും? ഓക്കെ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, ഓക്കെ. വേറെ ഏതെങ്കിലും? അപ്പോ മെറ്റ പോലെ എക്സാമ്പിൾ ഏതൊക്കെയാ? ഓക്കെ, മെറ്റ. ഓക്കെ, മെറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പനിയാണ് മെറ്റ. സോ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലുള്ള കമ്പനികൾ ഏതൊക്കെയാ? മെറ്റയുടെ കീഴിലുള്ള കമ്പനികൾ. ഓക്കെ, സൽമ, മെറ്റയുടെ കീഴിലുള്ള കമ്പനികൾ ഏതൊക്കെയാ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ സംശയം? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓക്കെ. സോ ഓക്കെ, ഏതാണ് ആൻസർ? സൽമ. ഞാൻ സൽമയോട് ചോദിച്ചത്. ഓക്കെ, സൽമ ആൻസർ. മെറ്റ എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ മെറ്റയുടെ കീഴിലുള്ള വേറെ കമ്പനികളുടെ പേര്? മെറ്റ. വേറെ ആരെങ്കിലും? എനിവൺ ക്യാൻ ആൻസർ? മെറ്റ അറിയാലോ എല്ലാവർക്കും. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ. ഓക്കെ, 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 യെസ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ഇത് മാത്രമല്ല, ഇതും വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മെറ്റ എന്നുള്ള കമ്പനി തന്നെ മെറ്റയുടെ കീഴിൽ AI ബേസ്ഡ് റിസർച്ച് പ്ലാറ്റ്ഫോം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മെയിൻ സോഴ്സ് അല്ല, അതായത് നമുക്ക് പബ്ലിക്കിന് എടുക്കാൻ പറ്റില്ല. അതൊരു റിസർച്ച് ടീമാണ്. ഓക്കെ, അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. റിസർച്ചിന് വേണ്ടിയിട്ട് ഇവർക്കൊക്കെ കമ്പനികളുണ്ട്. ഇപ്പൊ മെറ്റയുടെ റിസർച്ച് കമ്പനികളുണ്ട്. പ്ലസ് ബാക്കി പറഞ്ഞതൊക്കെ വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ അതിൽ വരും. സോ ഇതൊക്കെ ഓൺ ചെയ്യുന്ന ഒരൊറ്റ കമ്പനിയാണ്. ഓക്കെ, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന പാരന്റ് കമ്പനി എന്ന് വിളിക്കാം. ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിളിന്റെ കീഴിൽ കുറെ കമ്പനികളുണ്ട്. ഗൂഗിൾ മാത്രമല്ല, ഗൂഗിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗൂഗിൾ ക്രോം, ലേറ്റസ്റ്റ് ഉള്ള ന്യൂസിലുള്ളതാണ്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഡിവിഷനാണ്. അതൊരു ഡിവിഷനാണ്. അതായത് ഗൂഗിളിന്റെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. സോ ഗൂഗിൾ ജിമെയിൽ, ഗൂഗിൾ ക്രോം, യൂട്യൂബ്, ഇതൊക്കെ അതിൻ്റെയാണ്. ഇത് മാത്രമല്ല, ഇത്തരം ഏകദേശം അബൌട്ട് 50 to 90 കമ്പനികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാം വർക്ക് ചെയ്യുന്നത് ആൽഫബറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ്. അത് എല്ലാ കമ്പനികളുടെയും പാരന്റ് കമ്പനി എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം ഗൂഗിൾ ക്രോം എന്ന് പറയുന്നതിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കമ്പനിയുടെ ലെവലിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ നെറ്റ് വർത്ത്, അതിന്റെ വരുമാനം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അപ്പോൾ ഒരിക്കലും അതിനെ ഒരു പാരന്റ് കമ്പനിയുടെ കീഴിൽ നിർത്താൻ പറ്റില്ല. അതൊരു ഇൻഡിവിജ്വലി ഒറ്റയ്ക്കൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഒരു കേസ് US ഉണ്ടായി. അപ്പോൾ US ആ കേസ് വിധിച്ചത് അതാണ്. എങ്ങനെയെങ്കിലും ഗൂഗിൾ ക്രോമിനെ ഉടനെ തന്നെ വേറെ കമ്പനി ആക്കണം. അത് നമ്മളെ ബാധിക്കുന്നതല്ല,
അത് ഒരു കൊമേഴ്ഷ്യൽ സംഭവമാണ്. കൊമേഴ്ഷ്യൽ ലോ പ്രകാരമുള്ളതാണ്. കാരണം കമ്പനിയുടെ നെറ്റ് വർത്ത് അത്രയും ഉയർന്നതാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത ഇപ്പോൾ പാരന്റ് കമ്പനിയുടെ കീഴിലാണെങ്കിൽ ടാക്സിലൊക്കെ ഒരുപാട് കുറവ് വരും. എന്നാൽ ഒറ്റയ്ക്ക് ഒരു കമ്പനി ആവുമ്പോൾ ടാക്സ് എന്താവും അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഗൂഗിൾ ക്രോം അത്രയധികം വരുമാനമുള്ളതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാം ഗൂഗിൾ ക്രോമിലൂടെയാണ് പോകുന്നത്. അത്രയും ഹ്യൂജ് കമ്പനിയാണ്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞ പോയിന്റുകളെല്ലാം ഈ പറയുന്ന ഓപ്പൺ AI അതൊക്കെ അതിൽ വരുന്നതാണ്. സോ നെക്സ്റ്റ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇതിൽ അറിയേണ്ടത് എന്താണ് ഡെമോഗ്രഫി എന്നറിയണം. ഡെമോഗ്രഫി ഇപ്പോൾ പോപ്പുലേഷനെ സംബന്ധിക്കുന്നതാണ് ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ നമ്മൾ ജനസംഖ്യ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളെ ജനസംഖ്യയെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം തന്നെ വരുന്നൊരു ജനസംഖ്യയെ കുറിച്ച് നടത്തുന്ന കണക്കുകൾ അതിനെ കുറിച്ച് പറയുന്നതാണ് സെൻസസ്. സോ ലാസ്റ്റ് സെൻസസ് നടന്നത് ഏത് വർഷത്തിലായിരുന്നു? ഓക്കെ, ഞാൻ ചോദിക്കാം. നീത. ഓക്കെ, നീത. സാർ അറിയില്ല. ലാസ്റ്റ് സെൻസസ് 22 ആണോ? 22 അല്ല. അതായത് ഓക്കെ, ആക്ച്വലി സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാ? അതൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എങ്കിലും 5 കൊല്ലം. സെൻസസ് നടക്കുന്നത് ആക്ച്വലി 10 വർഷം കൂടുമ്പോഴാണ്. 2011 ഓക്കെ, കുഴപ്പമില്ല. 2011 ലാസ്റ്റ് സെൻസസ്. അപ്പോ 2011 നെക്സ്റ്റ് സെൻസസ് വരുന്നത് എന്നാ? 22-ലല്ലേ? 21. ഓക്കെ, 11 + 10 21 വരിക. 21. ഓക്കെ, ബട്ട് 21 ഇത് നടന്നില്ല. 21 ഒന്നും നടന്നിട്ടില്ല. 21 നടക്കാതിരിക്കാൻ കാരണം എല്ലാവർക്കും അറിയുന്നതാണ്, കോവിഡ്. ഓക്കെ, കോവിഡ് സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻസസ് ഒന്നും നടന്നിട്ടില്ല. നെക്സ്റ്റ് സെൻസസ് വരാൻ ഇപ്പോ ഇൻ ട്രാൻസിഷൻ സ്റ്റേജിലാണ് അതെന്ന് പറയാം. കാരണം ട്രാൻസിഷൻ നടക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് സാധ്യത പറയുന്നത് 2026 2026 സെൻസസ് കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ അത് നടക്കുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് വേറെ ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പൊ ലാസ്റ്റ് സെൻസസ് നടന്നത് ചോദിച്ചാൽ തെറ്റിപ്പോരുത്, 2011 നടന്നിട്ടുള്ളൂ. 2021 നടക്കേണ്ടിയിരുന്നു, ബട്ട് നടന്നില്ല. ഇതുപോലെ 2020 ഒളിമ്പിക്സ് 2021 നടന്നത്. ഈ 2020 ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? ഒളിമ്പിക്സ് 2020 വാസ് എവിടെയായിരുന്നു? ഹരിപ്രിയ. ഹരിപ്രിയ ഓഡിബിൾ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, എവിടെയായിരുന്നു അത്? 2020 ഒളിമ്പിക്സ് നടന്നിരുന്ന സ്ഥലം അറിയോ? ടോക്കിയോ. യെസ്, ടോക്കിയോ ആണ്. പക്ഷെ അവിടെ പ്രത്യേകത ആണ്, 2020 ഒളിമ്പിക്സ് നടന്നത് എവിടെ, അല്ലെങ്കിൽ എന്ന് ചോദിക്കാം. നടന്നത് 2021 20 എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ലാസ്റ്റ് ഒളിമ്പിക്സ് നടന്നത് എവിടെയാ? ലാസ്റ്റ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ 2020 ഒളിമ്പിക്സ് നടന്നു. അടുത്ത ഒളിമ്പിക്സ് അപ്പൊ നടക്കേണ്ടത് ഏത് വർഷത്തിലാ? എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ്? 4 ഇയേഴ്സ്. ഓക്കെ, 4 വർഷം കൂടുമ്പോ. അപ്പോ നെക്സ്റ്റ് വരേണ്ടത് 2024. ഓക്കെ, 2024 ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? പാരീസ്. ഓക്കെ, പാരീസിലാണ്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇതുപോലെ ഇനി ആക്ച്വലി ഇതൊക്കെ ഡിസൈൻഡ് ആണ്. ഇനിയിപ്പോ 2028 വരുന്നുണ്ട്, 2032 വരുന്നുണ്ട്. അപ്പോ 2028 ഒളിമ്പിക്സ് എവിടെയാണ് വരാൻ പോകുന്നത്? ഹരികൃഷ്ണൻ, 2028 അറിഞ്ഞൂടാ സാർ. ഓക്കെ, 28, 32 ഏതെങ്കിലും അറിയുന്നത് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇല്ലെങ്കിലും ഇഷ്യൂ ഇല്ല. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ പക്ഷെ നോർമലി അറിഞ്ഞിരിക്കുക. അതായത് ഇത് ഓൾറെഡി ഡിസൈൻഡ് ആണ്, ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് നമുക്കതൊരു ക്വസ്റ്റ്യനും ആണ്. ഓക്കെ, 28 എവിടെയാണ് വരുന്നത്? എനിവൺ?
ഓക്കെ 28 അറിഞ്ഞിരിക്കുക 28 ലോസ് ഏഞ്ചൽസിലാണ് അമേരിക്കയിൽ. ഓക്കെ ലോസ് ഏഞ്ചൽസ്. ദെൻ 32 വരുന്നുണ്ട്, അത് ബ്രിസ്ബെയിൻ ആണ്, ബ്രിസ്ബെയിൻ ഇൻ ഓസ്ട്രേലിയ. ഓക്കെ ബ്രിസ്ബെയിൻ ഇൻ ഓസ്ട്രേലിയ. ദെൻ 2036 ഡിസൈൻ ചെയ്തിട്ടില്ല, ഇപ്പൊ അത് റണ്ണിങ്ങിലാണ്, അതിന്റെ ഓപ്ഷൻ ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ബിഡ് കൊടുത്തിട്ടുണ്ട്, അതായത് ഓപ്ഷന് വേണ്ടിയിട്ട് പേര് കൊടുത്തിട്ടുണ്ട് 2036 36-40 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിക്കോസ് അത് ഇന്ത്യക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കാം, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി അത് പോസിബിൾ ആണ്. ഓക്കെ ഇപ്പൊ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കോൺസെപ്റ്റിൽ നടത്താൻ ബുദ്ധിമുട്ടുള്ളതല്ല. മാത്രമല്ല അതൊരു ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഇവന്റ് വിച്ച് ക്യാൻ അട്രാക്ട് മോർ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സ്. സോ കാരണം അത് വരുമ്പോൾ ഉള്ള ഗുണം നമ്മളുടെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ മാറ്റം വരും. അത് അതിന് വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകൾ വരും. സോ അത് വന്നാൽ നല്ലതാണ്, ബിക്കോസ് അതിനു വേണ്ടി കുറെ പ്രൊജക്റ്റുകളും സിസ്റ്റംസും ഡെവലപ്പ് ആവും എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ സോ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ കുറച്ച് പോയിന്റുകൾ നോക്കാം. ഇവിടെ എഴുതിയിട്ടുള്ളത് ഇന്ത്യസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ബീൻ എ മേജർ ഫോക്കസ് വിത്ത് ദ പോപ്പുലേഷൻ ഓഫ് റീച്ചിങ് 1.7 ബില്യൺ ബൈ 2065 according to UN population division underscoring under ongoing transition of demographic dividend. ഓക്കെ അതായത് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഗ്രോത്തിനെ കുറിച്ചും ഇന്നത്തെ വളർച്ച നോക്കിയിട്ടും പറയുന്നതാണ്. ഇന്ത്യയിലെ ജനസംഖ്യ 2065 എത്രയായി മാറും? 1.7 ബില്യൺ. 1.7 ബില്യൺ. അപ്പോൾ 1.7 ബില്യൺ എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗ്രിഗറി. ഓക്കെ ഗ്രിഗറി. യെസ് ഗ്രിഗറി കഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് ആണോ ഇപ്പോ ലേറ്റസ്റ്റ് ആണോ ജോയിൻ ചെയ്തത്? സാർ ഇന്നലെ ജോയിൻ ചെയ്തു. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ സോ എനി ഐഡിയ ഇത് 1 ബില്യൺ എന്ന് പറയുന്നത് എത്രയാണ് അതിന്റെ വാല്യൂ? അതായത് നമ്മൾ കൺവേർട്ട് ടു ലാക്സ് ഓർ ക്രോർ, ലക്ഷങ്ങളിലേക്ക് കോടികളിലേക്ക് കണക്കാക്കുമ്പോൾ അത് എത്രയാണ് വരിക? 1 ബില്യൺ നമ്മൾ കണ്ടിട്ടുണ്ടോ? 1 ബില്യൺ 1 മില്യൺ ഒക്കെ പറയും. എസ്പെഷ്യലി നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണാം, നമ്പർ ഓഫ് വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര മില്യൺ, എം എന്നാണ് കാണിക്കുക. 1 എം 2 എം, അത് കഴിഞ്ഞാൽ വരുന്നത് ബി ആയിരിക്കും. ഓക്കെ ബില്യൺ. സോ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ആണ് കണക്ക് വരുന്നത് എന്നറിയോ? 100 lakhs ആണ് സർ. അതായത് 100 ലാക്സ് ആക്ച്വലി എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ടഡ് ടു ക്രോർ പറയുകയാണെങ്കിൽ 10 crore ആണ്. 100 ലാക്സ് 10 ക്രോർ അല്ല, അതിലും കൂടുതൽ വരും. അതായത് 100 ലാക്സ് അല്ല, 100 ക്രോർ ആണ്. ഓക്കെ അതായത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 ക്രോർ ആണ്. ഇറ്റ്സ് വെരി ഹ്യൂജ് എന്ന് പറയാം, വളരെ വലുതാണ്. 1 മില്യൺ ഓക്കെ എം 1 മില്യൺ ആണെങ്കിൽ എം ഫോർ മാംഗോ. ഓക്കെ എം ആണ് പറയുന്നത്. മില്യൺ ആണെങ്കിൽ 10 ലാക്ക്. ഓക്കെ 10 ലാക്ക് ആണ്. 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. 100 കോടിയാണ് 1 ബില്യൺ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് 1 ട്രില്യൺ. ഇത് കണക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ട്രില്യൺ വരെയുള്ള കണക്കെങ്കിലും അറിഞ്ഞിരിക്കുക. 1 ട്രില്യൺ എന്ന് പറയുന്നത് നോർമലി ലാക്സ് ഓഫ് ക്രോർ ആണ് വരിക. ഇത് ലക്ഷം കോടി എന്ന് പറയും, 1000 ലക്ഷം കോടിയൊക്കെയാണ് വരിക. സോ അത് നോർമലി അതിലേക്ക് കിടക്കുന്നില്ല. അതായത് 1000 ലക്ഷം കോടി എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരിക. അതായത് 1000 ലാക്ക് ക്രോർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകും. അപ്പൊ ഇവിടെ 1 ബില്യൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇവിടെ ഫോക്കസ്. 1 ബില്യൺ എന്ന് പറയുന്നത് ഇവിടെ ജനസംഖ്യ പറഞ്ഞിട്ടുള്ളത് 1.7 ബില്യൺ, അതായത് 170 കോടി ജനങ്ങളാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 142 ആണെന്നാണ് ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. സെൻസസ് 2011 പ്രകാരം 1.21 ആണ്, അതായത് 121 കോടിയായിരുന്നു. ഓക്കെ 121 കോടിയാണ് 2011. ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള സെൻസസ് നടന്നിട്ടില്ല എങ്കിൽ പോലും കണക്ക് പ്രകാരം ഇന്ത്യയിൽ 142 ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസിഷൻ ഒന്നുമില്ല, ഇതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അതിലെ ചില ഫോക്കസ് കോൺസെപ്റ്റുകൾ, ഒന്ന് ദ ചേഞ്ച്, ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ദ കമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം. കാലഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പോപ്പുലേഷനിൽ ഉള്ളത്. ദ ചേഞ്ച് ക്യാൻ occur due to various factors such as changes in birth and death rate, migration and changes in social economic condition.
അപ്പോൾ പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ ചില പോയിന്റുകൾ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ദ ഫാക്ടേഴ്സ് ദാറ്റ് ട്രിഗേർഡ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻ ഇന്ത്യ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇന്ത്യയിൽ ജനസംഖ്യയെ ബാധിക്കുന്നത്? അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്, ബെറ്റർ ഹെൽത്ത് കെയർ, ഇൻക്രീസ്ഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ലോവർ ഫെർട്ടിലിറ്റി റേറ്റ്സ്. ഇതൊക്കെ ജനസംഖ്യയെ എന്ത് ചെയ്യും? കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം, മറ്റ് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ബെറ്റർ ഹെൽത്ത് കെയർ. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം പൊതുവെ പറയും വളരെ ചെലവേറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ഒരു എന്താണ് പ്രൈം മിനിസ്റ്റർ സ്കീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സ്കീം തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാ? ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് നടന്നതാണ്. ഒരു വയസ്സ് പറയുന്നുണ്ട്, ആ വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം ഇൻഷുറൻസ് ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ ഇൻഷുറൻസ്, ഇത് അപ് ടു 5 lakh, 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും. സോ എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാ? ഓക്കെ, സൗമ്യ. ഓക്കെ, ഇവിടെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അനൗൺസ്മെന്റ് ആണത്. അതിനുവേണ്ടി കാർഡ്, ഇത് ആഭ എന്ന് പറയുന്ന കാർഡ് ഉണ്ട്. അത് ഓക്കെ, ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഓക്കെ, അതിന്റെ മീൻസ് അതിന്റെ എത്രയാണ് ഏജ് ലിമിറ്റ് വരുന്നത്? 70 വയസ്സിന് മുകളിലാണ് സർ. 70 വയസ്സിന് മുകളിൽ, കറക്റ്റ്. ഓക്കെ, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 lakh rupees എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ 70 വയസ്സുള്ള ആൾ വന്നാൽ എന്തായിരിക്കും അനന്യ? 70 വയസ്സിന് മുകളിൽ 2 പേരുണ്ട് വീട്ടിൽ, അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ 2 പേർക്കും കിട്ടും ഇല്ല? 2 പേർക്കും എത്ര വീതം കിട്ടും? അയ്യോ, അതറിയില്ല. ഓക്കെ ഓക്കെ, അല്ല ഞാൻ ഏകദേശം നമ്മളുടെ ഒരു ഓക്കെ, നമുക്ക് അതിന്റെ ചിലപ്പോൾ ഡീറ്റെയിൽസ് ഫുൾ അറിയാം. അറിയില്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അതായത് ഇപ്പൊ 5 ലക്ഷം രൂപ പെർ ഫാമിലി ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ഒരു ഫാമിലിക്ക് 5 ലക്ഷമാണോ അതോ ഒരാൾക്ക് 5 ലക്ഷമാണോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരാളെ ഉള്ളുവെങ്കിൽ അയാൾക്ക് എന്ത് 5 lakh rupees ഓക്കെ അങ്ങനെ കിട്ടും. അപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും 5 ലക്ഷം തന്നെയാണ് ആക്ച്വലി. അതായത് 5 ലക്ഷം എന്ത് സംഭവിക്കും? ഡിവൈഡ് ഇൻ ബിറ്റ്വീൻ 2 എന്നുള്ളതാണ്. അതായത് 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 2.5 ലക്ഷം, മറ്റാൾക്ക് 2.5 ലക്ഷം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ എന്ത് കിട്ടില്ല? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം ഇൻഷുറൻസ് എന്നുള്ളതാണ് കോൺസെപ്റ്റ് പറയുന്നത്. പക്ഷെ ഒന്നിൽ കൂടുതൽ പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ബിറ്റ്വീൻ എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ, ഇത് സ്കീമുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റ് വരുന്നതാണ്. നമുക്ക് ഇതും അറിഞ്ഞിരിക്കണം. അപ്പോൾ പല സ്കീമുകളും പുതിയതായിട്ട് വരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കീമുകളെ കുറിച്ച് അറിയണം. സ്കീമുകളിൽ ഇതിന്റെ പ്രത്യേകത, ഇത് അപ്ലിക്കബിൾ ടു എവ്രി വൺ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി അതർ ഇൻഷുറൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വേറെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ESI ആനുകൂല്യങ്ങൾ കിട്ടുന്നവരുണ്ടാവും. അതൊന്നും ഇഷ്യൂ ഇല്ല. ESI ആനുകൂല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറെ ഏത് ഇൻഷുറൻസ്, നിങ്ങൾ ഗവൺമെന്റ് സർവീസ് ആയാലും പ്രൈവറ്റ് ആയാലും എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ആക്സസ് ദിസ് ഇൻഷുറൻസ്. അപ്പോൾ അത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ടില്ലെങ്കിൽ പോലും അതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൂടുന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലേഷനിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുമാനം വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. തടയാന്ന് പറഞ്ഞാൽ ബെറ്റർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റികൾ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ജനസംഖ്യയിൽ എന്ത് വരും? സത്യത്തിൽ കുറവാണ് വരുന്നത്, ജനസംഖ്യ കൂടുതലല്ല ചെയ്യുന്നത്. ബിക്കോസ് എഡ്യൂക്കേഷൻ, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ സംഭവിക്കുന്നത് ഉള്ളവർ തന്നെ നല്ല ഫെസിലിറ്റികളെ അവൈൽ ചെയ്യുകയും പിന്നെ നോർമലി അതിനെ ആക്സസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ഒരു പ്രൈമറി ഫാക്ടർ. സോ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് നമുക്ക് നോക്കിയാൽ അറിയാം. അതായത് while initially the decline in TFR leads a fall in the dependency ratio and a larger working age population. അതായത്
ഇപ്പോഴത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഉള്ളത് നമുക്ക് നല്ലൊരു വർക്കിംഗ് ക്ലാസ്സിനെ കിട്ടും, ലേബർ, നല്ലൊരു ജോബ് ക്ലാസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ ഒരു പോസിറ്റിവിറ്റി. ഇപ്പോൾ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈവൻ അമേരിക്കയിൽ നമ്മൾ കണ്ടു, അമേരിക്കൻ ഇലക്ഷനിലും പല ഇതിലും ഇന്ത്യൻ സാന്നിധ്യം വളരെ വലുതാണ്. അതുപോലെ ഏത് രാജ്യം എടുത്താലും അവിടെ ഒരു ഇന്ത്യൻ ഒറിജിൻ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ വരുന്ന ലെവലിലേക്ക് എന്ത് മാറുന്നു, ഇന്ത്യൻ പോപ്പുലേഷൻ മാറുന്നു. സോ ഇറ്റ്സ് എ ട്രാൻസിഷൻ ആണ്. അത് നമ്മൾ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അത് പോസിറ്റീവാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ബിക്കോസ് വി ഹാവ്, നമുക്ക് എന്താണ് എല്ലായിടത്തും ഒരു പിടിയുണ്ട് എന്ന് പറയാം. ലോകത്തിൽ മുഴുവൻ ഇന്ത്യൻ സാന്നിധ്യമുണ്ട്. ഇത് ചൈനീസ് സാന്നിധ്യമാണ് കൂടുതലുണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സാന്നിധ്യവും വന്നു തുടങ്ങി എന്നുള്ള ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. സോ അതിന്റെ ഗുണമുണ്ട്. പ്ലസ് എന്നാൽ ഇന്ത്യയിൽ ഇതൊരു എല്ലാ രീതിയിലും പോസിറ്റീവ് ആയിട്ടല്ല കാണുന്നത്. അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ എഡ്യൂക്കേഷൻ ആൻഡ് അതർ ബേസിക് ഫെസിലിറ്റീസും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും എന്ത് വേണം, സാധിച്ചില്ലെങ്കിൽ പോപ്പുലേഷൻ വിൽ ബി എ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ പൊതുവെ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഭാവിയിൽ പറയുന്നത് 2050, 60 ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഈ യൂത്ത് പോപ്പുലേഷൻ ഒക്കെ എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ടു ഓൾഡ് ഏജ്. അപ്പോൾ ഇന്ത്യ നേരിടാൻ പോകുന്ന അടുത്ത ഒരു 50 അല്ലെങ്കിൽ ഒരു 50 to 60 ഇയേഴ്സ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടും. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ TFR കുറയാണ്, ഇത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. സോ ബിക്കോസ് ഇപ്പോൾ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ ഒരു തലമുറ ഉണ്ടാവുന്നതിൽ എണ്ണം കുറയുന്നു, നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50s or 60s 2050, 60s എത്തുമ്പോൾ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വളരെ കൂടുതൽ. ഇപ്പോൾ ഉള്ളവരൊക്കെ വയസ്സാവും, എന്നാൽ പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണ്, വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് കുറയും. അതായത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നവരുടെ എണ്ണം കുറയാണ്. ഓക്കെ, പക്ഷേ ഒരു ഗുണം എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും ഈ 2050-ലും 60-ലൊന്നും അത്ര ഓൾഡ് ഏജ് ആവില്ല. അതായത് ഒരു ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സ് ആയ വ്യക്തികളൊന്നും എന്തല്ല ഓൾഡ് ഏജ് എന്നുള്ള കോൺസെപ്റ്റിലേ വരില്ല. ബിക്കോസ് ദേ വിൽ അവരും വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, ബട്ട് ഇതൊക്കെ അതിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള തന്നെയാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് ആണ്. അതായത് TFR റേറ്റിന്റെ കോൺസെപ്റ്റും പിന്നെ വുമൺ വർക്ക് ഫോഴ്സ് അത് ഇതിൽ പറയുന്നുണ്ട്. അതായത് വുമൺ വർക്ക് ഫോഴ്സ് കുറവാണ് ഇപ്പോൾ. സോ വുമൺ വർക്ക് ഫോഴ്സ് കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റ് അതാണ് ഇന്ത്യയുടെ വികസനം. ഇന്ത്യ നൗ ഇൻ എ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയാം. ലോകത്തിലെ എല്ലായിടത്തും റിസഷൻ സ്റ്റേജ് പോകുമ്പോൾ ഇന്ത്യയിൽ എല്ലാ കണ്ടിന്യൂസ്ലി വി ആർ GDP ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്ക് ഫോഴ്സും കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും പോസിറ്റിവിറ്റി ഉണ്ട്, ബിക്കോസ് യൂത്ത് പോപ്പുലേഷൻ ആയതുകൊണ്ട്. എന്നാൽ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്റ്റിൽ വി ആർ ഫേസിങ് ഇക്വിലിബ്രിയം എന്ന് പറയാം. അതായത് മെയിൽ ഫീമെയിൽ ഇക്വിലിബ്രിയം ഇപ്പോഴും ഇല്ല. അതായത് മെയിൽ വർക്ക് ഫോഴ്സ് പോലെ ഫീമെയിൽ വർക്ക് ഫോഴ്സ് കൂടി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, വളർച്ച പെട്ടെന്നാവുക. ഇതുവരെയുള്ള കോൺസെപ്റ്റുകളിൽ മെയിൽസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന ക്ലാസ്. അപ്പോൾ ഇപ്പോൾ മാറ്റം വരുന്നു, ഫീമെയിൽ വർക്ക് ഫോഴ്സ് കൂടി തുടങ്ങി. അതാണ് ഈ വളർച്ചയ്ക്കുള്ള കാരണം. സോ സ്ത്രീകളും ജോലിയിലേക്ക് ഇറങ്ങി തുടങ്ങി, ജോലി ചെയ്തു തുടങ്ങി. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. മാത്രമല്ല ഹയർ പൊസിഷനുകളിലേക്ക് വന്നു തുടങ്ങി. മിക്കവാറും കമ്പനികളുടെ CEO അല്ലെങ്കിൽ ഹയർ ലെവലുകളിലേക്ക് സ്ത്രീകളുടെ സാന്നിധ്യവും വന്നു തുടങ്ങിയതോടെ കമ്പനികൾ മാറുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ചേഞ്ച് വരികയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു പാർട്ട് മാത്രം, ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ വെച്ചിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നിലായിരുന്നു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. സോ സ്ത്രീകളും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങുന്നതിനും എല്ലാ രീതിയിലും എന്തുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ഒരുപാട് വുമൺ ഫ്രണ്ട്ലി കോൺസെപ്റ്റുകൾ കൊണ്ടുവരാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ട്രാൻസിഷന്റെ കോൺസെപ്റ്റ് അതാണ്, ഇങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയി കിടക്കുന്നുണ്ട്. ദെൻ ഇതിൽ നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ ഡിപ്പോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്, IOD. ഇത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്, ക്ലൈമറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ആദ്യം നമുക്കൊന്ന് നോക്കാം. According to recent reports, positive Indian Ocean dipole or Indian Nino may re-emerge for the second consecutive year in the half of 2024. It is for the first time since 1960 that event recurring second consecutive. Okay, അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അറിയേണ്ടത് എന്താണ് ഈ ഇന്ത്യൻ ഓഷ്യൻ ഡിപ്പോൾ അല്ലെങ്കിൽ ഡൈപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് ദ
irregular oscillation of sea surface temperature in which western Indian Ocean becomes alternatively warmer and then colder than the eastern part of the ocean. അതായത് ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യയുടെ താഴെയാണ് ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ താഴെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയുടെ താഴെ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒക്കെ താഴെയായിട്ട് ഇന്ത്യൻ ഓഷ്യന്റെ പാർട്ടാണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യന്റെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളും ഈസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ അപ്പുറം ഉള്ള ഭാഗങ്ങളും. അപ്പൊ ഈ ഓഷ്യൻ ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ്, അതാണ് ഇവിടുത്തെ പഠനം. ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ദ കമ്പാരിസൺ സ്റ്റഡി ബിറ്റ്വീൻ ദ റൈസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ദ ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇവിടെ നോക്കിയാൽ കാണാം, നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡ്യൂറിങ് എ പോസിറ്റീവ് ഫേസ് എ വാം വാട്ടേഴ്സ് ആർ പുഷ്ഡ് ടു ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ while cold deep waters are brought to the surface of the eastern Indian Ocean. So അതായത് ഈ വാട്ടർ കോൺസെപ്റ്റുകളിൽ എന്ത് സംഭവിക്കുന്നു? പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ത്യൻ ഓഷ്യനിലെ വാം വാട്ടർ, അതായത് ചൂട്, വാം വാട്ടറും കോൾഡ് വാട്ടറും എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഈ വാം വാട്ടർ എന്ന് പറഞ്ഞാൽ വാം റീജിയനിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് വാം വാട്ടർ. കോൾഡ് റീജിയനിൽ നിന്ന് വരുന്നതാണെങ്കിൽ കോൾഡ് വാട്ടർ, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആർട്ടിക് റീജിയനുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വെള്ളമാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വാട്ടർ, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം കോൾഡ് റീജിയൻ. ഇപ്പോൾ വാം വാട്ടർ ആണ് വെസ്റ്റേൺ സൈഡിൽ. ഈ വെസ്റ്റേൺ സൈഡിലുള്ള, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളുടെ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്ത് നിന്ന് വാം വാട്ടർ എന്ത് ചെയ്യുന്നു? അത് ഇവിടെ ഇരിക്കുകയാണ്. വാം വാട്ടേഴ്സ് ആർ പുഷ്ഡ് ടു ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. അത് വെസ്റ്റേൺ ഭാഗത്തേക്ക് ഒഴുകുന്നു. ഓക്കെ, വെസ്റ്റേൺ ഭാഗത്തേക്ക് ഒഴുകുന്നു. While cold deep waters are brought up to the surface of eastern Indian Ocean. So ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്ത് മുകൾ ഭാഗങ്ങളിലെല്ലാം വരുന്നത് തണുത്ത വെള്ളമാണ്. അതായത് തണുത്തെന്ന് പറഞ്ഞാൽ കോൾഡ് വാട്ടർ ആകുമ്പോൾ അത് അതിന്റെ വ്യത്യാസം അതാണ്. വാം വാട്ടർ ആയിരിക്കില്ല, കോൾഡ് വാട്ടർ തന്നെയാണ്. ദിസ് പാറ്റേൺ ഈസ് റിവേഴ്സ്ഡ് ഡ്യൂറിങ് ദ നെഗറ്റീവ് ഫേസ് ഓഫ് IDO എന്നാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ പറഞ്ഞ ഈ കാര്യം നേരെ തിരിച്ചു വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പൊ പോസിറ്റീവ് ഫേസ് വരുന്നു എന്നുള്ളതാണ്. 2024 ശേഷം 2024 സെക്കൻഡ് ഫേസുകളിൽ ICD എന്ന് പറയുന്നത് എന്തായി മാറും? IOD എന്ന് പറയുന്നത് എന്തായി മാറും? പോസിറ്റീവായി മാറും. പോസിറ്റീവായി മാറുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെയാണ് സംഭവിക്കുക. വെസ്റ്റേൺ സൈഡിൽ വാം വാട്ടറും ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് വാട്ടറും. ഇത് നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിഞ്ഞു വരികയാണ്. തിരിയാന്ന് പറഞ്ഞാൽ കോൾഡ് വാട്ടർ ഏത് സൈഡിൽ വരും? വെസ്റ്റേൺ സൈഡിലും വാം വാട്ടർ കിഴക്കേ ഭാഗത്ത്, അതായത് ഈസ്റ്റേൺ സൈഡിലുമായിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇതുകൊണ്ടുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ IOD ഇൻഫ്ലുവൻസ് ലോക്കൽ വെദർ കോസിങ് ഹെവി റെയിൻസ് ഓർ ഡ്രോട്ട്സ് ഇൻ ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഇതിന് കാരണം ആഫ്രിക്കയും ഓസ്ട്രേലിയയും രണ്ട് അറ്റത്താണ്. ആഫ്രിക്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറാണ്, വെസ്റ്റ് ആണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്നോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് എന്ന് പറയാം, അവിടെയാണ്. അപ്പോൾ ഈ ഈസ്റ്റ് സൈഡിലേക്ക് നിന്നാണ് ഈ വെള്ളമൊക്കെ കോൾഡ് വാട്ടർ വരുന്നത്. വെസ്റ്റ് സൈഡിൽ നിന്നാണ്, അതായത് ആഫ്രിക്കൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ഏത് വാട്ടർ വരുന്നത്? വാം വാട്ടർ വരുന്നത്. അപ്പൊ ഇത് രണ്ട് സ്ഥലങ്ങളിലും നേരെ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ചില സ്ഥലത്ത് മഴ പെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? ഡ്രോട്ട് ഉണ്ടാവും. ഡ്രോട്ടുള്ള സ്ഥലത്ത് മഴ പെയ്യും. അതാണ് ആ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഇതാണ് കാലാവസ്ഥാ വ്യത്യാസത്തിനെ കുറിച്ച് പറയുന്നത്. ഇതിനെയാണ്, ഈ ഒരു കോൺസെപ്റ്റ് ആണ് IOD എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ IOD കോൺസെപ്റ്റുകളിലൂടെ നമുക്ക് എന്ത് തിരിച്ചറിയാം? ഇതൊരു ഇൻഡെക്സ് ആണ്. ആക്ച്വലി IOD കണക്കാക്കുന്നത് ഒരു DMI എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്, അതായത് ഡൈപോൾ മെട്രിക്സ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ആ ഇൻഡെക്സിലൂടെ കണക്കാക്കുന്നതാണ് ഇതിന്റെ വളർച്ചയും കുറവും. അതായത് പോസിറ്റീവും നെഗറ്റീവ് എന്താണെന്നുള്ളതാണ് ഇതിൽ തിരിച്ചറിയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ വെസ്റ്റേൺ ഭാഗത്ത് വാം വാട്ടറും ദെൻ ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് വാട്ടറും വരുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ടേംസ് എന്തായാലും അറിഞ്ഞിരിക്കുക. അതായത് ഈ IOD എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് എന്താണെന്നും കോൺസെപ്റ്റ് വൈസ് അറിയണമെന്നില്ല. ഇതൊരു ന്യൂസിൽ വരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു PDF കൂടി നോക്കാം. ഓക്കെ, ഇതിൽ പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് റെമിറ്റൻസ്. സോ ഈ റെമിറ്റൻസ് പറയാൻ കാരണം ഇന്ത്യ ഇപ്പോൾ ചെറിയ പഴയ ഇന്ത്യ അല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ത്യ ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു റിസീവ് ഓവർ 100 billion ഇൻ റെമിറ്റൻസ് ഇൻ 2022 അക്കോർഡിംഗ് ടു UN മൈഗ്രേഷൻ ഏജൻസി. സോ വി ക്യാൻ സീ ഇറ്റ് ആസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ട് രീതിയിലും ചിന്തിക്കാം.
ഇന്ത്യ പഴയ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും ചിന്തിക്കാം, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആയിട്ടും പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് മൈഗ്രേഷൻ ആണ്, അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു രാജ്യത്ത് നിന്ന് പുറത്ത് പോയി താമസിക്കുന്നവരാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈഗ്രൻസ്. ഇതുപോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്ത് പോയി താമസിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡൊമസ്റ്റിക് മൈഗ്രൻസ് ആണ് അവർ. അപ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, വി ആർ ഓൾവേസ് മൂവിങ്. അപ്പോൾ ഇന്ത്യക്കാർ കുറേ ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ പുറത്തുള്ളവർ എന്ത് ചെയ്യുന്നു, ദേ റെമിറ്റ് ദ എമൗണ്ട്, അവർ അവിടെ വർക്ക് ചെയ്തിട്ട് ആ കാശ് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ഒരുപാടുണ്ട്. ബട്ട് അതിൽ തന്നെ കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ട്, ബിക്കോസ് പലരും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി അവിടെ സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സോ അതൊരു പുതിയ സംഭവമല്ല. പുതിയതല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു വലിയ സംഭവമായി കാണുമ്പോൾ വലിയൊരു സംഭവം, അല്ലെങ്കിൽ അത് എന്താണ്, ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിൻ. കാരണം നോർമലി അത് സംഭവിക്കാവുന്നതാണ്. ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലുള്ള കാരണം നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്ന് മാത്രം. അതിപ്പോൾ അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതൊന്നും നമ്മൾ കാണില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ എന്തുണ്ട്, ജനസംഖ്യ ഉണ്ട്. സോ ഒരു അമേരിക്കക്കാരൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യ പോലുള്ള സ്റ്റാൻഡേർഡിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഇന്ത്യയിൽ നമ്മളുടെ പോപ്പുലേഷൻ വൈസും നമ്മളുടെ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചറും അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമിക് സ്ട്രക്ചറും സൊസൈറ്റൽ സ്ട്രക്ചർ എല്ലാ രീതിയിലും ചിന്തിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂറോപ്പിനെ വലിയൊരു നല്ല സ്ഥലമായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. ബട്ട് ഇവിടെയുള്ള ഇഷ്യൂസും എല്ലാം തന്നെ ഇവിടെയുണ്ട്. വേറൊരു രീതിയിലാണെന്ന് മാത്രം. എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്ലാസ് വേറൊരു മോഡലിലാണ്, അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ കാരണം റെമിറ്റൻസ് എന്ന് പറയുന്നതിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. $100 ബില്യൺ റെമിറ്റ് ചെയ്തു ഇന്ത്യയിലേക്ക് എന്നാണ് പറയുന്നത് 2022. അപ്പോൾ ഇത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിവീൽഡ് ഇറ്റ്സ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് ദാറ്റ് ഇന്ത്യസ് റെമിറ്റൻസ് surged to $111 ബില്യൺ in 2022. അതായത് അത് ലാസ്റ്റിൽ പറയുന്നതാണ് 2022 അവസാനത്തോടെ അത് 111 ആയിട്ട് കൂടി എന്നുള്ളതാണ്. ദെൻ ഇതിൽ താഴെ ഇതെന്നാണ് UAE മൈഗ്രന്റ് വർക്കേഴ്സ് ഫ്രം ഇന്ത്യ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു UAE's ഇക്കോണമി. അതായത് ടോപ്പ് സോഴ്സസ് ഓഫ് റെമിറ്റൻസ് ആണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒന്ന് UAE എന്നാണ്, നമുക്കറിയുന്നതാണ്. UAEയിൽ എസ്പെഷ്യലി മലയാളികൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ US ൽ നിന്നാണ് പിന്നെ വരുന്ന റെമിറ്റൻസ്. പിന്നെ സൗദി അറേബ്യ അനദർ കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ട്, ഒമാൻ ആൻഡ് കുവൈത്ത്. ആൻഡ് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് എന്തുണ്ട്, മൈഗ്രന്റ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന കാരണം ദേ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ഇന്ത്യ. അതായത് അവിടെ കിട്ടുന്ന ശമ്പളം എന്തായിട്ട് അയക്കുന്നു, ഇന്ത്യയിലേക്ക് അയക്കുന്നു. ദെൻ major diasporas from India are located in UAE, US and Saudi. India is also 13th most popular destination for immigrants, with people coming from other countries to living in India. അപ്പോൾ ഇന്ത്യയും പറയുന്ന കോൺസെപ്റ്റ് അതാണ്, ഇന്ത്യയും അത്ര മോശം സ്ഥലമല്ല. ഇന്ത്യ നമ്മൾ പലപ്പോഴും ന്യൂസുകളിലോ അല്ലെങ്കിൽ കാണുന്ന അത്ര നെഗറ്റീവ് പബ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് എ ഫേവേർഡ് ഡെസ്റ്റിനേഷൻ. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച നല്ല മൈഗ്രന്റ് വർക്കേഴ്സിന് ഇഷ്ടപ്പെടുന്ന ലിസ്റ്റ് എടുത്താൽ അതിൽ 13ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലും വന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ തന്നെ നൈബറിങ് കൺട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയേക്കാൾ സാമ്പത്തികമായി കുറവുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ, ഇറാനിൽ നിന്നുള്ളവരൊക്കെ ഇന്ത്യയിൽ കുറേ സെറ്റിൽ ചെയ്യാൻ വന്നിരുന്നു. അതുപോലെ അങ്ങനെയുള്ള ചില രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, സെറ്റിൽ ചെയ്യാനല്ല. സെറ്റിൽ ചെയ്യാൻ വരുന്ന വേറെയും ആൾക്കാരുണ്ടാവാം. ദെൻ ചലഞ്ചസ് ആൻഡ് റിസ്ക് ആണ് പറയുന്നത്. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ബിക്കോസ് ഒന്ന്, വൈൽ റെമിറ്റൻസ് പ്രൊവൈഡ് വൈറ്റൽ സപ്പോർട്ട് ടു ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, മൈഗ്രന്റ് വർക്കേഴ്സ് ഫേസ് റിസ്ക്. അവിടെ ഉള്ളത് ഒന്ന് മൈഗ്രേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും, സെനോഫോബിയ ആൻഡ് വർക്ക് പ്ലേസ് അബ്യൂസസ്. അതായത് ഇതൊക്കെ ഉണ്ടെങ്കിലും മൈഗ്രൻസ് നേരിടുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. മൈഗ്രന്റ് ഇഷ്യൂസ് ഉണ്ട്. പല രാജ്യങ്ങളിലും നമ്മൾ മൈഗ്രന്റ് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാർ പുറത്തു പോയി താമസിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പല ഇന്ത്യക്കാരെയും ചില കേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഡീപ്പോർട്ട് ചെയ്യാറുണ്ട്, നാട് കടത്തും. കാരണം
ഇന്ത്യക്കാർ അവിടെ പോയിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ പല രാജ്യങ്ങളും ഡിപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് മെക്സിക്കോ വഴി ഒരുപാട് പേര് US-ലേക്ക് കടക്കും. അപ്പോൾ മെക്സിക്കോയെ അവർ കാണുന്നത് US-ലേക്കുള്ള ഒരു റോഡ് പോലെയാണ്. ഇപ്പോൾ മെക്സിക്കോയിൽ നിന്ന് US-ലേക്കുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. സോ ആ ബൗണ്ടറി വഴി ഇല്ലീഗലായിട്ട് അവർ കാടുകളിലൂടെ ഒക്കെ കടന്ന് US-ൽ ചെന്ന് സെറ്റിൽ ചെയ്ത് US സിറ്റിസൺഷിപ്പ് നേടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരുപാട് മുൻപ്. ഇപ്പോഴും കുറെ കാലങ്ങളോളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അമേരിക്കൻ ഗവൺമെന്റ് അത് വലിയ മതിലൊക്കെ കെട്ടി തടയാനുള്ള കോൺസെപ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ മെക്സിക്കോ തന്നെ അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊന്നും വിസ അതുകൊണ്ട് തരില്ല. ബിക്കോസ് അവർ മെക്സിക്കോയിൽ വന്ന് പതുക്കെ US-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലായിടത്തും ഉണ്ട്. ദെൻ നെക്സ്റ്റ് നോൺ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇതില് വിയറ്റ്നാം ഹാസ് ബീൻ ആക്റ്റീവ്ലി അഡ്വക്കേറ്റിംഗ് ഫോർ എ ഷിഫ്റ്റ് ഫ്രം കറന്റ് നോൺ മാർക്കറ്റ് ഇക്കോണമി സ്റ്റാറ്റസ് ടു എ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, മാർക്കറ്റ് ഇക്കോണമി നോൺ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ. നോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ഒന്ന് അവിടെ ഫ്രീ ഇക്കോണമി ഇല്ല. അതായത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പരിപാടികൾ ഒറ്റ കേന്ദ്രീകൃതമല്ല. അതായത് ഉദാഹരണത്തിന് നമ്മൾ ആദ്യകാലങ്ങളിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, ഫ്രീ മാർക്കറ്റ് അല്ല. ഫ്രീ മാർക്കറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയാണ്. സോ അവിടെ എത്ര കമ്പനികൾ ഉണ്ടാവും, ലക്ഷക്കണക്കിന് കമ്പനികൾ ഉണ്ടാവും. അവർക്കെല്ലാം ഫ്രീ ഹാൻഡ് ഉണ്ട്, അവർക്ക് വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്തുകൊണ്ട് ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ എന്ത് ക്രിയേറ്റ് ആവും, മാർക്കറ്റ് ഇക്കോണമി വരും. സോ മാർക്കറ്റ് ഇക്കോണമി വരുമ്പോൾ മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റുകൾ വരും, അവർ തമ്മിൽ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും, പുതിയ പുതിയ റിസർച്ചുകൾ വരും. ഇതൊക്കെയാണ് അതിന്റെ കോൺസെപ്റ്റ്. എന്നാൽ നോൺ മാർക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലായിരുന്നു വിയറ്റ്നാം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, പ്രൊഡക്റ്റുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ നല്ലൊരു ഫെയർ കോമ്പറ്റീഷൻ ഇല്ല, എല്ലാം ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വരില്ല, വരുമാനം വരില്ല, മാർക്കറ്റ് വൈബ്രന്റ് അല്ല, അപ്പോൾ ചെലവില്ല, സെയിൽസ് ഇല്ല. സോ അതിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് നോൺ മാർക്കറ്റ് ഇക്കോണമി ടു മാർക്കറ്റ് ഇക്കോണമിയാണ്. അപ്പോൾ എല്ലാം ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ് ടു മാർക്കറ്റ് ഇക്കോണമി. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്: കറൻസി കൺവെർട്ടബിലിറ്റി, വേജ് ഡിറ്റർമിനേഷൻ, ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് പ്രൈസ് ഡിസിഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കൺസിഡറേഷൻ. അതായത് നോർമലി നോൺ മാർക്കറ്റ് ആയിരുന്നപ്പോൾ മാർക്കറ്റ് ഇക്കോണമിയുടേതായ ഗുണങ്ങളിൽ ഇവിടെ കറൻസി കൺവെർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്. നോൺ മാർക്കറ്റ് ഇക്കോണമി ആയിരുന്നപ്പോൾ മേ ഹാവ് റെസ്ട്രിക്ഷൻസ് ഓൺ കറൻസി കൺവെർട്ടബിലിറ്റി. അതായത് നമ്മൾ മാർക്കറ്റ് ഇക്കോണമി ആണെങ്കിൽ അവിടെ എന്ത് വേണം, കറൻസി കൺവേർഷൻ നടന്നേ പറ്റൂ. നമ്മളിപ്പോൾ അമേരിക്കൻ പ്രൊഡക്ട്സുകൾ വാങ്ങുന്നു, ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ വിൽക്കുന്നു. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എല്ലാം ഇന്ത്യൻ കറൻസിയിൽ പറ്റില്ല. വി ഹാവ് ടു അഡോപ്റ്റ് ദ US ഡോളർ. ഇപ്പോൾ ഏത് കറൻസിയിലും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും. അപ്പോൾ കൺവെർട്ടബിലിറ്റി ഓഫ് കറൻസി ആവശ്യമാണ്. എന്നാൽ നോൺ മാർക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, ഒരിക്കലും കച്ചവടം നടത്തുന്ന രീതിക്ക് പറ്റില്ല, പ്രൈവറ്റ് കമ്പനികളില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതൊക്കെയാണ് അതിന്റെ പോരായ്മ. സോ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരുന്നു ആദ്യം എന്നുള്ളതാണ് അതിനെ ചുരുക്കി പറഞ്ഞാൽ. ഗവൺമെന്റ് തരുന്ന സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അല്ലാതെ വേറൊരു പ്രൊഡക്റ്റുകളും വേറൊരു പ്രൈവറ്റ് കമ്പനിയും ഇല്ല. അപ്പൊ ഇന്ത്യയിലെ ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് മാരുതി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി ഉള്ളൂ. അപ്പോൾ അവരുടെ കാറ് മാത്രമേ ഉള്ളൂ, മാരുതി എന്ന് പറഞ്ഞ ഒരു കാറേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള ചോദ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, വേണ്ടെങ്കിൽ വേണ്ട. സോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്ര രൂപ തരണം, അപ്പോൾ നിങ്ങൾക്ക് മാരുതി കാർ തരും. അപ്പോൾ അവിടെ പ്രത്യേകത അതാണ്. മാർക്കറ്റിൽ അപ്പോൾ എന്തില്ല, ഫെയർ കോമ്പറ്റീഷൻ ഇല്ല, മാർക്കറ്റിൽ സാധനം കിട്ടൂല, അവർ തരുന്ന സമയത്ത് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫെയർ പ്ലേ അല്ലാത്ത കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷിങ്കു ലാ ടണൽ എന്ന് പറയുന്നതാണ്. സോ ഇത് ബോർഡർ ഓർഗനൈസേഷൻ, അതായത് BRO എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ വിങ് ആണ്. ഇത് ആർമിയുടെ ഒരു കൺസ്ട്രക്ഷൻ വിങ് ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. സോ അവര് ഒരു ഹയസ്റ്റ് ടണൽ നിർമ്മിക്കുകയാണ് ഷിങ്കുല പാസ് എന്ന് പറയുന്നത്. അത് ഹിമാചലിനെ സസ്കർ വാലി എന്ന് പറയുന്ന ലഡാക്കിലെ സസ്കർ വാലി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഡാക്കിലേക്ക് ആദ്യകാലങ്ങളിൽ ഹിമാചൽ പ്രദേശ്, ഇപ്പോഴും ഹിമാചലിൽ നിന്ന് ലഡാക്കിലേക്കുള്ള റൂട്ട് ഉണ്ട്. ഹിമാചലിൽ നിന്ന് ലഡാക്കിലേക്കുള്ള റൂട്ടിലാണ് വേറൊരു പ്രധാനപ്പെട്ട ടണലാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. അടൽ ടണൽ ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത്
ഹിമാചൽ പ്രദേശിനും ലഡാക്കിന്റെയും ഇടയിലാണ്. അപ്പോൾ ഈ ടണൽ നിർമ്മിക്കാൻ കാരണം മഞ്ഞ് മൂടി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ്. സോ ഈ ഒരു കോൺസെപ്റ്റിൽ ഷിങ്കുല ടണലിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടണൽ വിച്ച് ഈസ് ഗോയിങ് ടു കൺസ്ട്രക്ട്. അത് കൺസ്ട്രക്ട് ചെയ്യാണ്, വിൽ കൺസ്ട്രക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തത് അടൽ ടണൽ എന്ന് പറയുന്ന ടണലാണ്. അടൽ ടണൽ ഒരുപാട് കിലോമീറ്ററുകൾ എന്ത് ചെയ്യും, ഈസി ആക്കി മാറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഷിങ്കുല ടണൽ ഇറ്റ്സ് കൺസ്ട്രക്ടിങ് ഇൻ 16,580 ഫീറ്റ്, അത്രയും ഉയരത്തിലാണ്. ഓക്കെ, സോ ആ ടണലിന്റെ പേര് അറിഞ്ഞിരിക്കുക. ടണൽ ആക്ച്വലി നിർമ്മിക്കാൻ പോകുന്നുള്ളൂ. അതിന്റെ പാസ്, ആ പാസിന്റെ പേരാണ് ഷിങ്കുല എന്ന് പറയുന്നത്. ആ പാസിലാണ് ഇത് പണിയുന്നത്. ദെൻ നെക്സ്റ്റ് കവാസാക്കി ഡിസീസ്. ഈ കവാസാക്കി നമ്മളൊരു ആക്ച്വലി ഒരു ബൈക്കിന്റെ പേരാണ്. സോ ഈ കവാസാക്കി ഡിസീസ് എന്ത് സംഭവിച്ചു, കോയമ്പത്തൂരിൽ, അതായത് ഇന്ത്യയിൽ തന്നെ കോയമ്പത്തൂരിൽ രണ്ട് കുട്ടികളിൽ കവാസാക്കി ഡിസീസ് സ്ഥിരീകരിച്ചു, ഡയഗ്നൈസ് ചെയ്തു. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ഡിസീസ് നെയിം ചെയ്തത് ഒരു ജാപ്പനീസ് പീഡിയാട്രിഷ്യന്റെ പേരിൽ നിന്നാണ്. കാരണം ആളാണ് അത് കണ്ടുപിടിച്ചത് 1967. ഇപ്പോൾ കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റയർ ബട്ട് സീരിയസ് കണ്ടീഷൻ ഓഫ് പ്രൈമറി എഫക്ട്സ് ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 5. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്നതാണ്. അത് ലിംഫ് നോഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്നതാണ്. ഇറ്റ്സ് നോൺ ആസ് മ്യൂക്കോകുട്ടാനിയസ് ലിംഫ് സിൻഡ്രോം, അതായത് ലിംഫ്സിനെയാണ് ബാധിക്കുക. ദെൻ ഇറ്റ് ഈസ് ലീഡ് ടു കോംപ്ലിക്കേഷൻ പർട്ടിക്കുലർലി അഫക്റ്റിംഗ് ദ ഹാർട്ട്. ആൻഡ് വേറൊരു കോൺസെപ്റ്റ്, ട്രീറ്റ്മെന്റ് യൂഷ്വലി ഇൻവോൾവ്സ് ഇൻട്രാവെനസ് immunoglobulin to reduce the inflammation and fever, along with the aspirin to prevent blood clot. അപ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അറിയാം, ബ്ലഡ് ക്ലോട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പ്രത്യേകത, ഇത് വളരെ ചെറിയ കുട്ടികളിലാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സീരിയസ് ഡിസീസ്. സോ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ഗ്രേറ്റർ ദാൻ 102.2 ഡിഗ്രീസ് ഫാരൻഹീറ്റ് 39 ഡിഗ്രീസ് ഫോർ 5 or more days. പിന്നെ റാഷ് ഓൺ ദ മെയിൻ പാർട്ട് ഓഫ് ദ ബോഡി. Then an enlarged lymph node in the neck, കഴുത്തിൽ, very red eyes without thick discharge, red dry cracked lips and red swollen tongue. ഓക്കെ, നമ്മൾ വരണ്ടിരിക്കുക എന്ന് പറയാം. Then swollen red skin on the palms of the hands. പിന്നെ other symptoms might include belly pain, diarrhea, fussiness. ഓക്കെ, ഇത് നോർമലി പലതിനും വരുന്ന സിംറ്റംസ് ആണ്. പക്ഷെ ഇതെല്ലാം ഉൾപ്പെടുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഇറ്റ് മേ ബി കവാസാക്കി ഡിസീസ്. പക്ഷെ അത് നോർമലി അത്ര റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമല്ല. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്, ജെൻഡർ വൈസ് പറയുകയാണെങ്കിൽ ബോയ്സ് ആർ മോർ ലൈക്ലി ദാൻ ഗേൾസ് ടു ഡെവലപ്പ് കവാസാക്കി ഡിസീസ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ആൺകുട്ടികളിലാണ് ഉണ്ടാവാനുള്ള സാധ്യത, കൂടുതൽ സ്പ്രെഡ് ആവാനും. നെക്സ്റ്റ് വരുന്നതാണ് ഒരെണ്ണം കൂടിയുള്ളത്, 0 day വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഗൂഗിളിന്റെ. ഗൂഗിൾ റിലീസ്ഡ് എ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫോർ ക്രോം ടു ഫിക്സ് എ 0 day വൾണറബിലിറ്റി. ഇപ്പോൾ ഗൂഗിൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ക്രോം ചെയ്യാറുണ്ട് വൾണറബിലിറ്റി കുറയ്ക്കാനായിട്ട്. ഗൂഗിൾ ക്രോം പലപ്പോഴും സെക്യൂരിറ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അവർ ഇടയ്ക്ക് ചില പ്രോഗ്രാമുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവർ പറയുന്നത് തന്നെ അതാണ്, യു ഹാവ് ടു അപ്ഡേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്രോമിൻ്റെ അപ്ഡേഷൻ വന്നാൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ സീരിയസ് ഇഷ്യൂസ് ഉണ്ട്. പലപ്പോഴും വൾണറബിലിറ്റി വരാറുള്ളതാണ് ഗൂഗിൾ ക്രോമിൽ. അപ്പോൾ ഇവിടെ പ്രത്യേകത, 0 vulnerability എന്ന് പറഞ്ഞാൽ 0 day vulnerability is an undiscovered flaw in the application for operating system. The term 0 day refers to a fact that the software or device vendor has 0 days to fix the flaw because malicious actors can already use it to access vulnerable system എന്നുള്ളതാണ്. അപ്പോൾ ഇത് 0 day exploit, അതൊരു സൈബർ അറ്റാക്ക് ആയിട്ടും വരാം. ഇത് എന്തിനെ ബാധിക്കും, വൾണറബിലിറ്റി ഉള്ള സമയത്ത് അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൾണറബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിട്ട് ഉള്ളതാണ്. എപ്പോഴും 24/7 എന്ന മോഡലിൽ വർക്ക് ചെയ്യുന്ന അപ്ഡേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ വൾണറബിലിറ്റി ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ 0 day വൾണറബിലിറ്റി എന്നതിന് പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഗൂഗിൾ ക്രോം ഗൂഗിളിൻ്റെ ഒരു കമ്പനിയാണ്, ഒരു കമ്പനിയായിട്ട് തന്നെ ഒരു ഡിവിഷനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ ഗൂഗിൾ ക്രോം നോർമലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ബ്രൗസറാണ്, വെബ് ബ്രൗസറാണ്. സോ ആ വെബ് ബ്രൗസർ നമുക്ക് അറിയുന്നതാണ്, ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു
വെബ് ബ്രൗസർ കൂടിയാണ്. എന്നാൽ ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ആപ്പിളിന്റെ സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസറാണ്. ഓക്കെ, സോ നമുക്കപ്പോൾ ഇത്ര ആണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് കൺക്ലൂഡ്.